إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلا جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلا جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلا جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് എന്നെയും നിങ്ങളെയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. 31ാമത് ക്ലാസ്സിൽ ഇന്ന് 74ാമത്തെ ആയത്ത് തൊട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുന്നത്. ഫറോവയുടെയും മൂസാ നബി അലൈഹിസ്സലാമയുടെയും ചരിത്രം, അതിനിടയിൽ കടന്നു വരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളും സമൂഹങ്ങളും ആളുകളുമൊക്കെ സംഘങ്ങളുമൊക്കെ അവരുടെയൊക്കെ പ്രത്യേകമായ പല കഥകളും നമ്മളെ കേൾപ്പിച്ചുകൊണ്ട് ആണ് ഈ സൂറത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഏതാനും ആയത്തുകൾ കൂടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിൽ ആയത്തുകളുള്ളത്. ഏതായിരുന്നാൽ നമുക്ക് അറിയാം, പഴയ ആയത്തുകൾ നേരത്തെ കഴിഞ്ഞുപോയ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചത് ഫറോവയുടെ ആളുകളായി മൂസാ നബി അലൈഹിസ്സലാമയോട് എതിരിടാൻ വന്നിട്ടുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായിട്ടുള്ള സാഹിറന്മാർ മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിക്കുന്ന സംഗതിയാണ്, കാഴ്ചയാണ് നമ്മൾ അവിടങ്ങളിൽ കാണുന്നത്. എന്നിട്ട് അവർ ഉറച്ച ചില തീരുമാനങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്.
പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവനിതാ ഞങ്ങൾ എല്ലാ വിധത്തിലും കീഴ്പ്പെടുന്നു. മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും രക്ഷിതാവ് ആരാണോ ആ റബ്ബാണ് ഇനി ഞങ്ങളുടെ രക്ഷിതാവ് എന്നവർ പ്രഖ്യാപിക്കുന്നു. അവിടെ ചില കാര്യങ്ങൾ പടച്ചവൻ നമ്മളെ കേൾപ്പിക്കുകയാണ്. ഇവിടെ പരലോകം ആഗ്രഹിച്ച്, പരലോകത്തിൽ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസം സ്വീകരിക്കുന്ന സാഹിറന്മാരായ ആളുകൾക്ക് കടുത്ത ശിക്ഷയാണ് ഫറോവ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അതിന്റെ മുന്നിലൊന്നും അവർ പരാജയപ്പെടുന്നില്ല, പിന്നോട്ട് പോകുന്നില്ല, പേടിക്കുന്നില്ല. അവർ കാരണം എന്താണെന്നറിയോ? ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമാ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. തീർച്ചയായും വല്ലവനും കുറ്റവാളിയായിക്കൊണ്ട് തന്റെ രക്ഷിതാവിന്റെ അടുത്ത് ചെല്ലുന്ന പക്ഷം فإن له جهنم لا يموت فيها ولا يحيا. അവനുള്ളത് നരകമാണ്. ആ നരകത്തിൽ അവൻ മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല. മരിക്കാത്ത, ജീവിക്കാത്ത ഒരു നരകമുണ്ട്. അതാണ് അവിടെ അവർക്ക് നേരിടാനുള്ളത്. കുറ്റവാളിയായിക്കൊണ്ട് ആരാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്, അവന് നരകമാണുള്ളത്. ആ നരകത്തിൽ അവൻ മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് കുറ്റവാളിയായി കൊണ്ടാകരുത്. കുറ്റം ചെയ്തുകൊണ്ട് റബ്ബിനെ നേരിട്ട് കാണാൻ, അവനെ സമീപിക്കാൻ, അവനെ അഭിമുഖീകരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവനുള്ള ശിക്ഷ എന്ന് പറയുന്നത് നരകമായിരിക്കട്ടോ. ആ നരകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരാൾ മരിക്കുകയില്ല, ജീവിക്കുകയില്ല. മരിക്കുകയില്ല, ജീവിക്കുകയില്ല, അങ്ങനെ ഒരു ജീവിത. ഇവിടെ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ നൽകിയാലും അതിനൊടുവിൽ ഒരു പക്ഷെ മരണമായിരിക്കും ഉണ്ടാവുക. ആ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, മരണമെന്ന ഒരു ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ മരണത്തോടുകൂടി എല്ലാം ഒതുങ്ങും, അടങ്ങും, അവസാനിക്കും. ഇവിടെ മരിക്കാത്തൊരു ലോകമെന്ന് പറയുമ്പോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുകയാണോ? അല്ല. അവൻ മരിച്ചിട്ടുണ്ടോ? ഇല്ല. അവൻ ജീവിക്കുകയുമല്ല, മരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത ഒരവസ്ഥയാണല്ലോ. അതുകൊണ്ട് ഖുർആൻ പല സ്ഥലങ്ങളിലായി ഈ ഒരു ആശയം പറയുന്നുണ്ട്. നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഭാഗമാണിത്. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല എന്ന ആ പ്രയോഗം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ചില സംഗതികളാണ്. ഇതിൽ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട വാക്കുകൾ ഒന്നും തന്നെ അല്ല. ജഹന്നം എന്ന് പറഞ്ഞ നരകാണെന്ന് അറിയാം. യമൂത്തു, മരിക്കുന്നു. ലാ യമൂത്തു, മരിക്കുകയില്ല. യഹിയ, ജീവിക്കുന്നു. ലാ യഹിയ, അവൻ ജീവിക്കുകയില്ല. അതൊക്കെയാണ്. അപ്പൊ അവിടെ മരണവും ജീവിതവും ഇല്ലാത്ത, മരണമില്ലാത്ത, ജീവിതമില്ലാത്ത ഒരു ജീവിതത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മരണമില്ലാത്ത ജീവിതവും ജീവിതമില്ലാത്ത മരണവും എന്നിങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മാറ്റി പറയാം നമുക്ക്. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത്, ഈ വചനങ്ങൾ ഇവിടെ നൽകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതീക്ഷയാണ്. എന്നാൽ അവിശ്വാസികൾക്ക് ഇത് കൃത്യമായ ഒരു താക്കീതാണ്. ഇത് രണ്ടും നൽകുന്ന, പ്രതീക്ഷയും താക്കീതും ഒരുപോലെ നൽകുന്ന ഒരു വചനമായിട്ട് ഇതിനെ നമ്മൾ കാണും. ഒരു വിശ്വാസിയുടെ ജീവിതം ഈ രണ്ടിനും ഇടയിലായിരിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അവന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ഒരു വിശ്വാസിയെ നേർവഴിയിൽ നിലനിർത്തേണ്ടത്. വിജയത്തിന്റെ യഥാർത്ഥ മാനദണ്ഡം തസ്കിയ ആണ്. അറിവോ അധികാരമോ സമ്പത്തോ ഒന്നുമല്ല. ജീവിതത്തിൽ തസ്കിയത്ത് നേടിയ തഖ്വയുണ്ടായിരിക്കുക, ആത്മീയവും ധാർമ്മികവുമായൊക്കെയുള്ള പരിശുദ്ധി ഉണ്ടായിരിക്കുക. അതാണ് ജീവിതത്തിന്റെ, അതുണ്ടാക്കുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്.
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്, എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോഴൊക്കെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം നൽകിയത് എന്നൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളോട് അവർ മനസ്സിലാക്കേണ്ട സംഗതി, ഈ ജീവിതം എന്ന് പറയുന്നത് ആത്മീയമായി ധാർമ്മികമായി ഒക്കെ പരിശുദ്ധി നേടി നമ്മള് നല്ലവരായി ഇവിടെ ജീവിച്ച് മരിച്ചു പോകാനാണ്. എങ്കിൽ നമുക്ക് ജീവിതം എന്ന് പറയുന്ന പരലോകത്ത് നമുക്കത് കിട്ടും. ഇല്ലെങ്കിൽ ജീവിതമില്ലാത്ത മരണവും മരണമില്ലാത്ത ജീവിതവുമാണ് അവിടെ കിട്ടുക. അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് ഒരു വിശ്വാസിയുടെ അവൻ എന്തുമാത്രം ആത്മീയമായി ധാർമ്മികമായി എന്തുമാത്രം പരിശുദ്ധി നേടിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഓരോരുത്തരെയും പരിഗണിച്ചുകൊണ്ട് സ്വർഗം നൽകുന്നത്. ഇവിടെ മാരണക്കാർ അവർ സത്യം സ്വീകരിച്ചു. ആ നിമിഷം തന്നെ അവർ ആത്മപരിശുദ്ധീകരണത്തിന്റെ തസ്കിയയുടെ ആദ്യപടി അവർ കയറുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ രാവിലെ അവർ വരുമ്പോ സാഹിറന്മാരാണ്, ഫറോവയാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫറോവയുടെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നവരാ. പക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കും അവർ വിശ്വാസികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രധാനികളും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകളുമൊക്കെയായി മാറുകയാണ് ഉണ്ടായത്. എന്താ അവർക്കുള്ള അറിവ്, എന്താ അവർ കേട്ടത്? അവരൊരു കാര്യം മനസ്സിലാക്കി. അവർ അവരുടെ കയറുകളും വടികളും ഒക്കെ നിലത്തിട്ട് എന്തോ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട്, ചില കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകൾക്ക് അതൊക്കെ പാമ്പാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. പക്ഷെ മൂസാ നബിയുടെ ഒറ്റ വടി, ഒരേ ഒരു വടി അത് നിലത്തിട്ടപ്പോ അവരുടെ കയറുകളും വടികളും ഒക്കെ അത് പിടിച്ചു വിഴുങ്ങിയപ്പോ അവർക്ക് ബോധ്യപ്പെട്ടു, ഇത് സാധാരണ സിഹറൊന്നുമല്ല, ഇതൊരു മനുഷ്യന് കഴിയുന്ന കാര്യങ്ങളുമല്ല, ഇത് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാർക്ക് നൽകുന്ന മുഅ്ജിസത്തുകളാണ് എന്നവർ തിരിച്ചറിഞ്ഞപ്പോ അവർ വിശ്വാസികളായി. അതാണ് ശരിയായ അറിവ് എന്ന് പറയുന്നത്. നമ്മൾ പലതും കാണുന്നു, പലതും കേൾക്കുന്നു, പലതും വായിക്കുന്നു, പലതും മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ ഉത്ബോധനങ്ങൾ, കൃത്യമായിട്ടുള്ള പാഠങ്ങൾ, അത് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇത് പടച്ചവന്റെ വചനമാണ്, പടച്ചവന്റെ പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. അതാണ് ഇവിടെ ആ മാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. സൂറത്ത് താഹയിലെ 74-ാമത്തെ ഈ വചനവും ഇനി വരുന്ന 75-ാമത്തെ വചനവും ഒക്കെ തന്നെ വിശ്വാസം ഒരു വ്യക്തിയെ എങ്ങനെ അടിമുടി മാറ്റുന്നു എന്നതിന്റെ അത്യുജ്വലമായ ചില ഉദാഹരണങ്ങളാണ് ഈ മരണക്കാരായ ആളുകളുടെ കഥ പറഞ്ഞു തരുന്നതിലൂടെ, എന്നിട്ട് അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ആരായിരുന്നു ഇവർ? ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച കുറച്ചാളുകൾ, ഒരു കൂട്ടം ആളുകൾ. പക്ഷെ അവർക്ക് സത്യത്തിന്റെ പ്രകാശം ലഭിച്ചപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയായ ഒരു മനുഷ്യൻ, ഏറ്റവും വലിയ ഏകാധിപതി, അവന്റെ കഥ അങ്ങനെ തന്നെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവനോളം ഏകാധിപതിയായ, അവനോളം അതിക്രമിയായ, അവനോളം അഹങ്കാരിയായ ഒരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്നിങ്ങനെയുള്ള കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അങ്ങനെയുള്ള ഒരു ഏകാധിപതിയായ ഒരു മനുഷ്യന്റെ മുന്നിൽ നിന്ന് മരണത്തെ പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യാൻ തയ്യാറാകുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ചെറിയ അറിവാണ് അവർക്ക് കിട്ടിയത്. അത് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ് ഈ പ്രവാചകൻ, ഈ മനുഷ്യൻ വരുന്നത്. ആ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്, നിയമങ്ങളാണ്, കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവർ യഥാർത്ഥത്തിൽ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു. ഇനിയും ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ ഫറോവയിൽ നിന്ന് കിട്ടും, വലിയ വലിയ സമ്മാനങ്ങൾ നൽകപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമ്മാനങ്ങൾ
വാരിക്കൂട്ടുന്നതിന് വേണ്ടി വന്നതാണ് ആ മഹത്തായ ഒരു സദസ്സിലേക്ക്, അല്ലെങ്കിൽ ആ മത്സരം നടക്കുന്ന ആ സ്ഥലത്തേക്ക്. പക്ഷെ അവർക്ക് ഈ സംഗതി ബോധ്യപ്പെട്ടപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയായ ഈ ഫറോവയുടെ മുന്നിൽ നിന്ന് മരണത്തെ പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യാണ്. ആ മരണം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ വിധത്തിലുള്ള ഒരു കൊലയായിരുന്നു ഫറോവ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഇടത് കാലും വലത് കൈയും, വലത് കാലും ഇടത് കൈയും അത് ഛേദിച്ചുകൊണ്ട് വെട്ടി മുറിച്ചുകൊണ്ട്, എന്നിട്ട് അതും പോരാത്തതിന് ക്രൂശിൽ തറച്ച് കുറെ നേരം അവിടെ തന്നെ കെട്ടിത്തൂക്കി ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടാൻ വേണ്ടി ഇനി ആരും ഇവരുടെ വഴിയെ പോകരുത് എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്ത ആ കഥകളല്ലേ നമ്മൾ കേട്ടത്. അങ്ങനെ എത്ര സുന്ദരമായിട്ടാണ് ഇവർ മരണത്തെ വരവേറ്റത് എന്ന് ആലോചിച്ച് നോക്കൂ. അവർ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അവർ പിന്നെ ഫറോവയോട് പറയുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ ക്ഷണികമായ ഈ ലോകവും ശാശ്വതമായ പരലോകവും തമ്മിലുള്ള വ്യത്യാസം ഏതൊരു മനുഷ്യനെയും പഠിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള കാര്യമാണ്. എന്താ അവര് പറഞ്ഞത്? നമ്മൾ ഓർത്തു നോക്കൂ. എന്താ അവര് പറഞ്ഞത്? ഫറോവ, നീ എന്തു തന്നെ ചെയ്താലും നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് വെച്ചല്ലുള്ളൂ, ഇവിടെ വെച്ചല്ലുള്ളൂ, മറിച്ച് പരലോകത്തെ അതിനുശേഷം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നവരെത്ര സിമ്പിളായിട്ടാണ് അവർ മറുപടി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ആ ഒരു പ്രതീക്ഷ, അള്ളാഹുവിൽ സർവസ്വവും അർപ്പിച്ച അതിന്റെ ആ ഒരു നിത്യസ്മാരകമായിട്ട് ഇവിടെ ഖുർആനിൽ നിലനിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മാത്രം വിശ്വസിച്ച് ജീവിച്ചവർ, കുറഞ്ഞ നിമിഷം അവർ വിശ്വാസികളായിട്ടുള്ളൂ. ആ വിശ്വാസത്തിന് ശേഷം അവർക്ക് വിശ്വാസികളായി ഈ ലോകത്ത് ജീവിക്കാൻ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ സാധിച്ചിട്ടുള്ളൂ, അല്ലേ? അത്രയും ചുരുങ്ങിയ നിമിഷം മാത്രം വിശ്വാസികളായി ജീവിച്ച ആ ആളുകളുടെ അവരുടെ ധൈര്യത്തിന്റെയും അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയുടെയും അള്ളാഹുവിൽ സർവസ്വവും അവർ അർപ്പിച്ചതിന്റെയും നിത്യസ്മാരകമായി ഖുർആനിൽ അവരുടെ കഥകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ പറഞ്ഞ ചില പദങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. ഈ ആയത്തിലുള്ള മൊത്തത്തിൽ അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി. അതിലെ മുജിരിമുൻ എന്നൊരു പദം കണ്ടില്ലേ? മുജിരിം എന്ന് പറഞ്ഞ കുറ്റവാളി എന്നാണ്, കുറ്റം ചെയ്തവെന്നാണ്. അള്ളാഹു ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ കുറ്റവാളി എന്ന് വിളിച്ചിരിക്കുന്നത്, ഇവരെങ്ങാനും മൂസാ നബിക്ക് എതിരായിരുന്നുവെങ്കിൽ, ഫറോവയെ പോലെ ആയിരുന്നുവെങ്കിൽ അവർ കുറ്റവാളിയാകുമായിരുന്നു. നേരത്തെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? നിങ്ങൾ ആരോടാണ് എതിരിടാൻ പോകുന്നതെന്ന് അറിയോ? നിങ്ങൾ എന്തിനോടാണ് മത്സരിക്കാൻ പോകുന്നത് അറിയോ എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാം നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോ അള്ളാഹുവിന്റെ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കുക എന്നതാണ് കുറ്റം. അത് ഒരു പൊതുവായ ഒരു പ്രയോഗമാണ്. പടച്ചോന്റെ പല നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ ലംഘിക്കുന്നതാണ് കുറ്റം. ഇവിടെ എന്താണ് ഈ ലോകത്ത് എന്താണ് കുറ്റം എന്ന് പറയുന്നത്? കോടതികൾ എന്താണ് കുറ്റം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകർ എന്താണ് കുറ്റങ്ങൾ എന്ന് പറയുന്നത്? അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അറിയിക്കപ്പെട്ട വിഷയങ്ങൾ, ആ നിയമങ്ങൾ ലംഘിക്കുക എന്നതാണ് കുറ്റം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നിശ്ചയിക്കാറുണ്ട്. കേരളത്തിൽ തന്നെ കുറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായി നിർവചിക്കും, ആളുകൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അറിയിച്ച് കൊടുത്തതിന് ശേഷം ആരെങ്കിലും കുറ്റം ചെയ്താൽ പിന്നെ വീണ്ടും അവർക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ കുറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഖുർആൻ ചെയ്യുന്നത് അങ്ങനെയല്ല. എന്തൊക്കെയാണ് കുറ്റങ്ങളെന്ന് അടിക്കടി മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ആ നിലക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അതിലംഘിച്ചാൽ അതിനുള്ള ശിക്ഷയുണ്ടാകുമെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടത്തെ കുറ്റവാളിയും പരലോകത്ത് കുറ്റവാളിയായി അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുന്നവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ?
എന്താ വ്യത്യാസം? ഈ മനുഷ്യർക്ക്, ഒരു കുറ്റവാളിക്ക് അയാൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്താലും ഒരുപക്ഷെ ഒരു കുറ്റകൃത്യത്തിന് മാത്രമേ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോ അതിന് കൂടുതൽ സാധിച്ചു എന്ന് വരില്ല. അവന് മരണമാണ് വിധിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രാവശ്യം മാത്രമല്ല ഒരാളെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ മനുഷ്യന് നൽകപ്പെടുന്ന ശിക്ഷക്കും കുറ്റകൃത്യത്തിനൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ അതാണ് പരലോകത്തെ ശിക്ഷയെ പ്രത്യേകം ഖുർആൻ എടുത്ത് പറയുന്നത്. നിങ്ങൾ കുറ്റവാളിയായിക്കൊണ്ട് പരലോകത്തേക്ക് വരികയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളൊന്ന് ഓർക്കണം, ഫൈനലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യ. കത്തിയാളുന്ന നരകമാണ്, ജഹന്നമാണ് അവിടെ ഉള്ളത്. നാറുൻ, തീ, നരകം, ജഹന്നം, കത്തിയാളുന്ന, ആളിക്കത്തുന്ന, എല്ലാ കുറ്റവാളികളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ നരകം എന്ന് പറയുന്നത് ലാ യമൂതു ഫീഹാ വലാ യഹ്യ. കത്തിക്കരിഞ്ഞു പോകുമെന്ന് വിചാരിക്കണ്ട. തീയിലിട്ടാൽ ആ തീ കൊണ്ട് അവർ കരിഞ്ഞു പോകും, അവർ അതോടുകൂടി അവസാനിച്ചു പോകും എന്ന് ബോധ്യപ്പെടുവോ? ഇല്ല. ഓരോ തൊലിയും കരിയുമ്പോ പുതിയ തൊലികൾ നൽകി ബദ്ദൽനാഹും ജുലൂദ എന്ന് പറഞ്ഞില്ല ഖുർആൻ? വീണ്ടും വീണ്ടും തൊലികൾ മാറ്റിയിട്ട് കൊടുത്തുകൊണ്ട് കലാകാലവും നരകത്തിൽ കഴിയുകയാണ് അവർക്ക് അവരുടെ നേരിടേണ്ടി വരുന്ന ശിക്ഷ എന്ന് പറയുന്നത്. മരണം എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്ന് ആശ്വാസം നൽകും എന്നതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ മരണം ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അവസാനം മരണം സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത്. പരലോകത്തെത്തിയാലും അവർ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിച്ചിട്ട് ഈ നരകത്തിലെ ആളുകൾ പറയുമെന്നാണ്, മാലിക്കെ, നിന്റെ രക്ഷിതാവിനോട് ഒന്ന് പറ, ഞങ്ങൾക്കൊന്ന് ഞങ്ങളൊന്ന് അവസാനിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്, ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നിന്റെ രക്ഷിതാവിനോട് മാലിക്കെ നീയൊന്ന് പറയൂ എന്ന് നരകത്തിലെ ആളുകൾ പറയുമെന്ന വനാദവും അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവർക്ക് നൽകപ്പെടുന്ന മറുപടി സൂറത്ത് സുഹ്റുഫിലെ 77-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇന്നകും മാകിസൂൻ, ഇന്നകും മാകിസൂൻ. നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോവുകയല്ല, നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നവരാണ്. നിങ്ങൾ ഇവിടെ ഈ നരകത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാനുള്ളവരാ. താമസക്കാര് വേണ്ടേ ഇവിടെ സ്ഥിരമായിട്ട്? നിങ്ങൾ പോയാ പിന്നെ ആരാ? നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ വന്നവരാട്ടോ എന്നവരോട് പറയുന്ന. അപ്പൊ അവർക്ക് മരിച്ച് വിശ്രമിക്കാനുള്ള അവസരമല്ല. ശിക്ഷയില്ലാത്ത ഒരു നിമിഷവും ഒരു ജീവിതവും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. നരകത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് മരണമില്ലാത്ത ജീവിതവുമില്ലാത്ത ഒരു ഘട്ടമാണ്. മരണമില്ലാത്ത ജീവിതമില്ലാത്ത മരണവുമാണ് അവർക്ക് ആ പരലോകത്ത് അല്ലെങ്കിൽ നരകശിക്ഷയായി അവർക്ക് ലഭിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോ വല്ലാത്തൊരു വാചകമാണിത്. കുറ്റവാളികൾ, പടച്ചവനെ ധിക്കരിക്കുന്നവർ നരകത്തിന്റെ ഈ സംഗതികളെ ഒന്നും ഓർക്കാതെ, ഈ വേദനകളൊന്നും ഓർക്കാതെ, ഈ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരോർക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. അതിന്റെ ബാക്കി തന്നെ നമ്മൾ പല ഭാഗത്തും പഠിച്ചു പോയ സംഗതികളാണ് ദറജാത്ത്, പദവികൾ എന്നുള്ളത്. നേരത്തെ കുറ്റവാളി എന്ന് പറഞ്ഞു, അതിന് വിപരീതമായിട്ട് കുറ്റം ചെയ്യാത്തവൻ എന്നല്ല പറയേണ്ടത്. അതിനു പകരം ഇവിടെ പറഞ്ഞത് മുഅ്മിനൻ. മുഅ്മിനൻ ആരാണ്? സത്യവിശ്വാസിയായിക്കൊണ്ട്. അത് മാത്രം പോരാ, വിശ്വാസം മാത്രം മതിയോ? അത് അമില സ്വാലിഹാത്തി, തീർച്ചയായും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്. ആരാണ് മുഅ്മിനായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരുന്നത്? വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കല്ല, ഞാൻ സത്യവിശ്വാസിയാണ്,
പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അല്ല, അത് അമിലസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ വിശ്വാസമുണ്ട്, പ്രവർത്തനമുണ്ട്, വിശ്വസിച്ച കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിന് മുതൽക്കൂട്ടായിട്ട് പ്രവർത്തനങ്ങളുണ്ട്. എന്ത് പ്രവർത്തനങ്ങളാണ്? അസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള ഒരാള് പടച്ചവന്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ, അഥവാ പരലോകത്തേക്ക് വരികയാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ അത്തരക്കാർക്ക് ഉന്നതമായ പദവികളുണ്ട്. അവർക്കുണ്ട് അദ്ദറജാത്തുൽ ഊലാ, ഉന്നതമായ പദവികൾ. അങ്ങനെ ആളുകൾ വരുമ്പോ അവർക്ക് അവരുടെ അമലുസാലിഹാത്ത് അനുസരിച്ച്, അവരുടെ ഈമാൻ അനുസരിച്ച് വ്യത്യസ്തമായ ഉന്നതമായ പദവികൾ അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ പദവി ഉണ്ടാവും. പദവിയിൽ അതിന്റെ ഒരു കുറവൊന്നും വരില്ല കേട്ടോ. പക്ഷേ അതിൽ വ്യത്യാസം ഉണ്ടാവും. ദറജാത്തുകളാണ്, പദവികളാണ്, പടവുകളാണ്, ഗ്രേഡുകളാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അള്ളാഹു പ്രത്യേകമായ ഗ്രേഡുകൾ നൽകും. പക്ഷെ എല്ലാവർക്കും എന്താ ഉള്ളത്? എല്ലാവർക്കും ഉള്ളത് അൽ ഉലാ, ഉന്നതമായ പദവികളാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളത്. സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവിടെ നൽകുന്നത് ഉന്നതമായ പദവികളാണ്. നേരത്തെ ജഹന്നം എന്ന് പറഞ്ഞതിന് വിപരീതമായിട്ട് ജന്നത്ത് എന്ന് പറയേണ്ടിയിരുന്നു. ഇവിടെ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയേണ്ടിയിരുന്നു. അതിന് പകരം ഇവിടെ സൂചിപ്പിച്ച സംഗതിയാണ് അദ്ദറജാത്ത് അൽ ഉലാ, ഉന്നതമായ അൽ അല എന്നൊക്കെ പറഞ്ഞില്ലേ, അൽ ഉലാ, അൽ ഉലാ, ഉന്നതമായ പദവികളാണ് അവർക്ക് അള്ളാഹു നൽകുന്നത് എന്ന് ആയത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതില് പ്രത്യേകം പഠിക്കേണ്ട വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഈ ആയത്തില് വിശ്വാസവും സൽക്കർമ്മങ്ങളും ഒന്നിച്ച് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചു വന്ന, നേരത്തെ മുജ്രിമിൻ കുറ്റവാളി എന്ന് പറഞ്ഞപ്പോ അതിന് വിപരീതമായിട്ട് മുഅ്മിനൻ എന്ന് പറഞ്ഞു. കുറ്റവാളി എന്നുള്ളതിന്റെ വിപരീതം മുഅ്മിൻ എന്ന് ഉപയോഗിച്ചാൽ എന്താണ് അതിനർത്ഥം? കുറ്റം ചെയ്യാത്തവനാണ് വിശ്വാസി എന്നല്ല വരുന്നത്, എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയാൽ മാത്രം മതിയോ? കുറ്റം ചെയ്യാതെ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നാ മതി. ഞാനൊരു കുറ്റവും ചെയ്യുന്നില്ല, ഞാൻ മുഅ്മിനാണ്, ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഇരുന്നാ മതിയോ? ഇരുന്ന മതി. ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ, ആരും ഒന്നും പറയില്ലല്ലോ. അത് പോരാ. അത് അമിലസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ആളുകളുടെ കുറ്റം പറയും, കുറവ് പറയും, പ്രയാസപ്പെടുത്തും, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പല സംഗതികളും സമൂഹത്തിൽ നിന്ന്, ആളുകളിൽ നിന്നൊക്കെ ഏൽക്കേണ്ടതായിട്ട് വരുന്നു. അമലുസാലിഹാത്തുകൾ ചെയ്യുമ്പോ പല കുഴപ്പങ്ങളുണ്ടാകും. പക്ഷെ അതുകൊണ്ട് മാറ്റിവെക്കാണോ? അല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. വിശ്വാസം ശരിപ്പെടണമെങ്കിൽ അങ്ങനെ വേണം. ഇത് നമ്മള് പല സൂറത്തിലും കണ്ടാൽ അല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് എന്ന് നമ്മൾ കുറെ സ്ഥലത്ത് കണ്ടിട്ടില്ലേ. 51 തവണയോ ഒരുപക്ഷെ അതിൽ കൂടുതലും കാണും ചിലപ്പോ എന്നെ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നാണ്. വഅമിലുസ്സാലിഹാത്തി തുബാ ലഹും വഹുസ്നു മആബ് എന്ന് ഖുർആൻ പറഞ്ഞു. വേറെ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ആമനൂ വഅമിലുസ്സാലിഹാത്തി, ആമനൂ വഅമിലുസ്സാലിഹാത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അതിൽപ്പെട്ടാണ് സൂറത്ത് റഅദിലെ 29 വാക്യം തുബാലഹും വഹുസ്നു മആബ്, അവർക്ക് മംഗളം നേരുക, അവർക്ക് ഏറ്റവും നല്ല പര്യവസാനമാണ്, നല്ല മടക്കമാണ് അവർക്കുള്ളത്. വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് മംഗളം, അവരുടെ ജീവിതം, അവരുടെ പര്യവസാനം നന്നാവുന്നുള്ള കാര്യം അവരെ അറിയിച്ചേക്കൂ എന്ന് പറയുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാം. അല്ലെങ്കിൽ ഈ ആശയത്തിലുള്ള ആയത്തുകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു കാര്യം വിശ്വസിക്കുക, എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. എന്ത് പ്രയോജനമുള്ളത്? നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നു, പക്ഷെ ആ വിശ്വാസി ശരിപ്പെടുത്താൻ ആവശ്യമുള്ള, ആ വിശ്വാസം ശരിയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണോ? അങ്ങനെ ചെയ്യുന്നതിൽ കാര്യമല്ല. അതുകൊണ്ടാണ് ഖുർആൻ ഇവിടെ പ്രത്യേകം ഈ വിഷയം എടുത്തു പറഞ്ഞത് എന്ന് നോക്കുക. ഇവിടെ അവർക്ക് എന്തുണ്ട്? ദറജാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ദറജാത്ത്,
സ്വർഗത്തിലെ പദവികളാണ്. നമ്മൾ പലവട്ടം പറഞ്ഞു പോയ സ്വർഗത്തില് ഒന്നിനു മുകളിൽ ഒന്നൊന്നായി ഒരുപാട് പദവികളാണ്. പ്രവാചകന്മാരൊക്കെ ഏറ്റവും ഉയർന്ന തട്ടിൽ, അതിനോടടുത്ത തട്ടുകളിൽ ആളുകൾ, അതിനോട് അടുത്തായിട്ട് വേറെ ആളുകൾ, അങ്ങനെ പല പദവി, പല ഗ്രേഡുകളിലാണ് ഇവിടെ ഉള്ളത്. നരകത്തിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ദറക്കാത്തുന്നുണ്ട്, നരകത്തിലുണ്ട് തട്ട്. പക്ഷെ ഏറ്റവും അടിയിലെ തട്ടിലായിരിക്കല്ലോ ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. അവിടെ ഉള്ള മുനാഫിക്കുകളാണ് അവിടെ ഉള്ളത്, കപട വിശ്വാസികളാണെന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ നിന്നാൽ ആളുകളെ കാണുവാൻ നിസ്കരിക്കുന്നു, ധർമ്മം കൊടുക്കുന്നു, ധർമ്മം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ആളുകളോട് പറയുന്നു, ആളുകൾ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഇങ്ങനെ ചെയ്യുന്ന ചില മനുഷ്യന്മാരില്ലേ, ഇവർക്കല്ല മുനാഫിക്ക് എന്ന് പറയാ. കുറെ സംഗതികളൊക്കെ പറയും, പക്ഷെ അപ്പുറത്ത് ചെന്ന് വേറെ രൂപത്തിൽ പറയും. വിശ്വസിച്ച ചതിക്കും, സംസാരിച്ച കളവ് പറയും, ആളുകളോട് വിശ്വാസ വഞ്ചന കാണിക്കും. ഇവരൊക്കെയുള്ള മുനാഫിക്കുകളില്ലേ, അവരാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ അവിടെയും കുറെ ദറക്കാത്തുകൾ ഉണ്ട് കേട്ടോ. നരകത്തിന്റെ ഏറ്റവും മുകളിലുള്ളതുണ്ട്, ഏറ്റവും താഴെയായിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള തട്ടുകൾ. ഒരു കർമ്മം ചെയ്യുമ്പോ പലർക്കും പല വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ. ഓരോരുത്തരുടെയും ആ കർമ്മം ചെയ്യുമ്പോഴുള്ള ആത്മാർത്ഥതയും അവരുടെ മനസ്സിന്റെ തേട്ടവും ഒക്കെ പല വിധത്തിലായിരിക്കല്ലോ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു സ്വർഗത്തിലും അങ്ങനെയുള്ള ദറജാത്തുകൾ നൽകുന്നതാണ് എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതാണ് വിശ്വാസികൾക്ക് കിട്ടുന്ന വല്ലാത്തൊരു പ്രതിഫലം എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു ഉദ്ധരണി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതെന്താണെന്നറിയോ, ഒരു നിവേദനത്തിൽ വന്ന ഒരു കാര്യം, അന്നാസു അലാ ഖത്തരിൻ ഇല്ലൽ ആലിമൂൻ, മനുഷ്യരൊക്കെ അലാ ഖത്തരിൻ വല്ലാത്ത അപകടത്തിലാട്ടോ, ഇല്ലൽ ആലിമൂൻ പണ്ഡിതന്മാരൊഴികെ. കഴിഞ്ഞോ? അത് കേട്ട് പിന്നെ ബേജാറാണ്ട. വൽ ആലിമൂന അലാ ഖത്തരിൻ ഇല്ലൽ ആമിലൂൻ, പണ്ഡിതന്മാരൊക്കെ വല്ലാത്ത അപകടത്തിലാണ്, ഖത്തറിലാണ്, അപകടത്തിലാണ് അവർ. ഇല്ലൽ ആമിലൂൻ, പ്രവർത്തിക്കുന്നവരൊഴികെ. പണ്ഡിതന്മാരായാൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, അമല് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് രക്ഷണ്ട്. ജനങ്ങളൊക്കെ കുഴപ്പത്തില. വിവരമുള്ള ആൾക്കാര്, പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലൊക്കെ രക്ഷപ്പെടും എന്ന് പറയുക. എന്നാൽ പണ്ഡിതന്മാരും അപകടത്തിലാണ്, അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഒഴിവാണ് എന്ന്. വൽ ആമിലൂന അലാ ഖത്തരിൻ, പ്രവർത്തിക്കുന്ന ആളുകളും അപകടത്തിലാട്ടോ, പ്രവർത്തനമുള്ള ആൾക്കാരും അപകടത്തിലാട്ടോ. ഇല്ലൽ മുഖ്ലിസൂൻ, മുഖ്ലിസീങ്ങളായ ഇഖ്ലാസുള്ള ആളുകൾ ഒഴികെ. ഇഖ്ലാസ് ഉണ്ടോ അമല് ചെയ്യുമ്പോ, അവർക്ക് മാത്രമേ കാര്യമുള്ളൂ. അമല് ചെയ്തോണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടോ, മുഖ്ലിസാണോ, എങ്കിൽ രക്ഷണ്ട് എന്ന് പറയുന്ന ഒരു ഉദ്ധരി കഴിഞ്ഞില്ല. വൽ മുഖ്ലിസൂന അലാ ഖത്തരിൻ അദീമിൻ, ഒരു ആത്മാർത്ഥ കാണിക്കുന്ന ആളുകളും വലിയ അപകടത്തിലാണ് കേട്ടോ. അതെന്താ അപകടം? ആ ആത്മാർത്ഥത നിലനിർത്തണം. ആ ആത്മാർത്ഥത നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിങ്ങനെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ഇഖ്ലാസ് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിപ്പറയുന്ന ഒരു ഉദ്ധരണിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ 2000 ഇപ്പോ നമുക്ക് നിർത്താം. ഈ സംഗതിയാണ്, ഇതേപോലെയുള്ള ഒരു ജീവിത പ്രതീക്ഷയാണ് ഇവിടെ സാഹിറന്മാരായ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചപ്പോൾ അവർ നടത്തിയ സംസാരങ്ങളൊക്കെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കാണുന്നത്. ഇതിന്റെ ആ സ്വർഗത്തെ പറ്റി പറയുന്ന ഭാഗങ്ങളിൽ സാധാരണയായി നമ്മൾ കാണുന്ന ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ എന്ന് നമ്മൾ സാധാരണ കേൾക്കണ്ടല്ലോ. പക്ഷെ അവിടെ നമ്മൾ കേൾക്കേണ്ട ചില വിശദീകരണങ്ങളുണ്ട്, ചില ചിന്തകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം. തായ് ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം അല്ലെങ്കിൽ സ്ഥിര താമസത്തിന്റെ ആ ജന്നാത്തു അതിൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സ്ഥിര താമസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് തായ് ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. സാധാരണ ഒരു നദി ഒഴുകുന്നത് പോലെ ഏതോ ഒരു മലക്ക് മുകളിൽ നിന്ന്
ഇങ്ങനെ ഒഴുകി വന്ന് എന്നിട്ട് എതിലെയോ ഒക്കെ ഒലിച്ചു പോകുന്ന ഒരു നദിയെ പോലെയുള്ള ഒരു നദിയാണോ? എല്ലാവരും നേരത്തെയുള്ള ആ നദിയിലിറങ്ങുന്ന ആളുകൾക്ക് മുഴുവനും കുടിക്കുകയും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന നദിയെ സംബന്ധിച്ചാണോ? അതല്ല ഓരോരുത്തർക്കും സ്വന്തമായി അവരുടെ സ്വർഗത്തിൽ അവിടെ തന്നെ പൊട്ടിയൊഴുകുന്ന നദിയെ സംബന്ധിച്ചൊക്കെയാണോ പരാമർശിക്കപ്പെടുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ ഈ ആയത്തിന്റെ മുന്നിൽ ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആയുരാരോഗ്യമുള്ള ഈമാനുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ബർസഖിയായ ജീവിതം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളിലും കുടുംബങ്ങളിലുമൊക്കെ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. ഈ ലോകത്ത് നല്ല വിധത്തിൽ ജീവിക്കാനും അതേപോലെ നാളെ പരലോകത്തേക്ക് ഈമാനികമായിട്ടുള്ള സംഗതികൾ നമുക്ക് സ്വരൂപിച്ചു വെക്കാനും എന്നിട്ട് ഈമാനോടുകൂടി തന്നെ മരണത്തെ പുൽകാനുള്ള ഒരവസ്ഥ സംജാതമാകാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകി അവന്റെ തൗഫീഖ് നൽകി പടച്ചവൻ നമ്മളെല്ലാവരോടും കാരുണ്യം കാണിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.